ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമ്മൾ മലയാളികളുടെ പ്രിയപ്പെട്ട നാടൻ പലഹാരങ്ങളിൽ ഒന്നായിട്ടുള്ള ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാനിവിടെ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ശർക്കര വെച്ചിട്ട്, ഒന്ന് പഞ്ചസാര വെച്ചിട്ടാണ്. പക്ഷേ രണ്ടിനും മാവ് ഒന്ന് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തെല്ലാം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് പൊടി വേണം, അരിപ്പൊടി. പിന്നെ തിളപ്പിച്ച വെള്ളം 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ആവശ്യത്തിന്, നാളികേരം, പിന്നെ കുറച്ച് ഇലക്കഷ്ണങ്ങളും കൂടി വേണം. അപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ 2 ഗ്ലാസ് പൊടി എടുത്തിട്ടാണ് ചെയ്യുന്നത്. അരി പൊടിച്ച് തരിച്ച് വറുത്തെടുത്തിട്ടുള്ള പൊടിയാണ്. അപ്പോൾ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം. ആ വെള്ളത്തിൽ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ, നല്ല തിളപ്പിച്ച വെള്ളമാണ്. ഇത് നമുക്ക് ഒഴിച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ പച്ചവെള്ളത്തിലൊക്കെ കുഴയ്ക്കുമ്പോൾ നമുക്ക് പാകം നോക്കിയിട്ട് അങ്ങനെ കുഴച്ചെടുക്കാം. പക്ഷേ ഇത് സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ അത് കട്ടയായിട്ട് പിടിക്കുകയുള്ളൂ ചെയ്യുക. പക്ഷേ കുഴയ്ക്കുമ്പോൾ നല്ലതുപോലെ വെള്ളം ഏറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിയിലും മാവും കുറച്ച് വെള്ളം പോലെ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ഒഴിച്ചിട്ട് തന്നെ നമുക്ക് മാവ് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ നല്ല വറുത്ത പൊടിയാണ്, അതിന് 2 ഗ്ലാസ് വെള്ളം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടിക്കനുസരിച്ച് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പാകത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ മാവ് ഏകദേശം ഈ ഒരു പരുവത്തിന് നമ്മൾ ഉരുട്ടുമ്പോൾ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണം, അതുപോലെ കിട്ടണം കേട്ടോ. നൂൽപുട്ടിൻ്റെ മാവിൻ്റെ ആ പരുവത്തിന് വേണം കിട്ടാനായിട്ട്. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ കട്ട പിടിക്കുമ്പോൾ നമ്മൾ കരുതും വെള്ളം കുറവാണെന്ന്. പക്ഷെ ആ ഒരു കട്ട പിടിച്ചത് കൊണ്ട് തന്നെ മിക്സ് ചെയ്യുമ്പോൾ നല്ല പാകത്തിന് തന്നെ മാവ് കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നോക്കിയിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ അരിപ്പൊടി നമ്മൾ വറുത്ത പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പത്തിരിപ്പൊടി കൊണ്ട്, അതായത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി വറക്കാതെ എടുക്കുന്ന പൊടി, നൈസായിട്ടുള്ള പൊടി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടയ്ക്കൊരു കട്ടിപ്പുള്ളത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വറുത്ത പൊടി കൊണ്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അട പരത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇലക്കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ചീന്ത് കഷ്ണങ്ങളൊക്കെയാണ് എടുക്കുക. അത് എടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ മടക്കുമ്പോഴൊക്കെ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമ്മുടെ വാഴയുടെ നാക്കിലയുടെ തൂമ്പ് ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മടക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ നമുക്ക് അട പരത്താനായിട്ട് ഞാൻ കുറച്ച് മാവ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൈ നനച്ചിട്ട് ഇതുപോലെ നൈസാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കാം. മാവ് കൂടുതൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ അടയ്ക്കൊരു ടേസ്റ്റ് തോന്നില്ല. അതുകൊണ്ട് നല്ലതുപോലെ പരമാവധി കനം കുറച്ചിട്ട് വേണം അട പരത്തിയെടുക്കാനായിട്ട്. എന്നാലുള്ള അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് അട വെന്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റിൽ കഴിക്കാനായിട്ട് കഴിയുള്ളൂ. മറ്റേത് കട്ടിപ്പാവുമ്പോൾ നമുക്ക് ആ ഒരു മാവിൻ്റെ ടേസ്റ്റ് തന്നെയുള്ളൂ കൂടുതലായിട്ട് തോന്നുക. ഉള്ളിലത്തെ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് ആസ്വദിക്കാനുള്ള ആ ഒരു ഇത് കിട്ടില്ല ഈ നമ്മൾ പരത്തുന്ന അടയുടെ കനം കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ പരമാവധി നമുക്ക് കഴിയുന്നത്ര കനം കുറച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ഇപ്പോൾ ഒരട പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പഞ്ചസാര വെച്ചിട്ടുള്ള അടയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. ഇത് കൂടുതലായിട്ട് കട്ടിയിലിട്ട് കൊടുക്കരുത്. കട്ടിയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇല മടക്കുമ്പോൾ അതുകൊണ്ട് അമർന്ന് കിട്ടില്ല. അതുകൊണ്ട് കുറച്ചിട്ടിട്ട് പരത്തിയിട്ട് കൊടുക്കാം. എന്നാൽ നാളികേരം കുറവായിട്ടും തോന്നരുത്. ആ ഒരു പാകത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ മാവിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കരുത്, മടക്കുമ്പോൾ ഒട്ടി പിടിക്കില്ല. അതുകൊണ്ട് മാവിൻ്റെ ഒപ്പം തന്നെ നാളികേരം ചേർത്ത് കൊടുക്കരുത്. നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മടക്കിയതിന് ശേഷം നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു നാക്കലയുടെ ഭാഗമായതുകൊണ്ട് നമുക്ക് മടക്കുമ്പോൾ പൊട്ട് വരില്ല. അതല്ലാതെ ഇലയുടെ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ ചീന്ത് കഷ്ണമായിട്ട് എടുക്കുമ്പോൾ ഇതുപോലെ മടക്കുമ്പോൾ പൊട്ടാനൊക്കെ സാധ്യത ഉണ്ട്. അതുപോലെ മാവിൻ്റെ അരിവശത്ത് കൂടിയും നാളികേരം ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒട്ടാനായിട്ട് കഴിയില്ല. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. അപ്പോൾ ഞാനൊരു 4 പഞ്ചസാര വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് ശർക്കര വെച്ചിട്ട് ചെയ്തെടുക്കാം. ഈ ഒരു 2 ഗ്ലാസ് പൊടിയെടുത്തതിൽ എനിക്കൊരു 10 ഇലയുടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിലും കനം കുറച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു 12-13 വരെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എത്രത്തോളം കനം കുറയ്ക്കുന്നോ അത്രത്തോളം നമ്മുടെ അടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും.
ഇനിയിപ്പോൾ ഇല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൂവടയായിട്ടും ചെയ്തെടുക്കാം. കയ്യിൽ വെച്ചിട്ട് പരത്തിയിട്ട് അതിൽ നാളികേരം പഞ്ചസാര ഇട്ടിട്ട് കൈ വെച്ചിട്ട് തന്നെ കൂമ്പിയെടുക്കാം. പിന്നെ അതിൻ്റെ അച്ചൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം മാവും ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന രീതികൾക്ക് മാത്രം വ്യത്യാസം. അതായത് ഇലയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇലയിട എന്നുള്ള പേരും, കയ്യിൽ വെച്ചിട്ട് മാവിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അച്ചിൽ വെച്ച് ചെയ്യുമ്പോൾ അത് പൂവട എന്നുള്ള പേരിലും അറിയപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതാ ഇലയുടെ ഓരോന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തെടുക്കുന്നത് പഞ്ചസാര വെച്ചിട്ടായതുകൊണ്ട് അത് പരത്തി ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീമറിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പഞ്ചസാര വെച്ചിട്ട് ഒരു 4 എണ്ണം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റീമറിലേക്ക് വെക്കാം. അപ്പോൾ ഇനി ശർക്കരേൻ്റെ ഫില്ലിങ് തയ്യാറാക്കുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അത് നമുക്കത് നല്ലതുപോലെ ഒന്ന് അടുക്കി വെക്കാം. നമ്മൾ സാധാരണ ഇഡ്ഡലി ചെമ്പിലാണ് വെക്കാറ്. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെക്കുക, ഇഡ്ഡലി വേവിക്കുന്നത് പോലെ തന്നെ അതിലേക്ക് അതിൻ്റെ ആ ഒരു സ്റ്റാൻഡുള്ള തട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ അടുക്കി വെക്കുക. അപ്പോൾ ഇതിനി ഇവിടെ കിടന്ന് വേവട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് ശർക്കരയുടെ ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 അച്ച ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട്, അധികം വെള്ളം ഒഴിക്കേണ്ട, 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് ഉരുകാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്കായ ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ജീരകം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ജീരകം വറുത്ത് പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടിട്ട് നമ്മൾ ശർക്കര ഉരുക്കണേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് അവിടെ കിടന്നുരുകട്ടെ. ആ ടൈമിൽ നമുക്ക് അട ആദ്യം വെച്ചത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇലയൊന്ന് മാറ്റി നോക്കാം. ഇലയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇലയിൽ നിന്ന് നല്ലതുപോലെ വിട്ട് വന്നാലാണ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് എന്നുള്ളത് അറിയാം. അടിവശത്ത് വല്ലാണ്ട് ആവി കഴിഞ്ഞിട്ട് അമ്പെ കിടക്കണതുകൊണ്ടേ പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഉണ്ടോ സൈഡ് വശത്തൊന്നും ചെറുതായിട്ടൊരു വേവിൻ്റെ ഒരു കമ്മിയുണ്ട്. അപ്പോൾ അതവിടെ കുറച്ച് നേരം കിടക്കട്ടെ. അപ്പോൾ അതാ ശർക്കര നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഒന്ന് അരിച്ചെടുക്കാം. അല്ല കല്ലോ കരടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ. അപ്പോൾ കൂടുതൽ വെള്ളം ചേർക്കണ്ടെന്ന് പറഞ്ഞത് ഇതാണ്. നമ്മൾ പിന്നെ കൂടുതൽ ഇങ്ങനെ വറ്റിക്കാനായിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഉരുകിയും കിട്ടിക്കോളും. കൂടുതൽ വറ്റിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ഇപ്പോൾ ഒരു മൈസൂർ പഴം നല്ലതുപോലെ പഴുത്ത പഴമാണ്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് വളരെ നൈസാക്കിയിട്ട് തന്നെ അരിഞ്ഞിട്ട് കൊടുക്കണം. കാരണം നമ്മൾ ഉള്ളിൽ ഫില്ലിങ് ചേർക്കുമ്പോൾ ഇല മടക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ട് വരരുത്. അപ്പോൾ അതുകൊണ്ട് നല്ല കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശർക്കര വെച്ചിട്ടുള്ള ഫില്ലിങ്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ചും കൂടി നാളികേരം ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു നാളികേരത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി നാളികേരം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ചൊന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കരയുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നോളും. ഇത് ഒന്ന് ചൂടാറട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് അടുത്ത അട പരത്തും വേണം, ഈ വെച്ചിട്ടുള്ള അട വാങ്ങി വെക്കും വേണം. അപ്പം നല്ല ചൂടുണ്ട്, വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതാ ഇലയുടെ റെഡിയായി, പഞ്ചസാര വെച്ചിട്ടുള്ള. ഇനി നമുക്ക് ശർക്കരയ്ക്കുള്ള അട പരത്തിയെടുക്കാം. നല്ല കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക. ഈ കുട്ടികൾക്കൊക്കെ എപ്പോഴും നമ്മൾ ഈ ബേക്കറി കൊടുക്കുന്നതിന് പകരമായിട്ട് ഇതുപോലുള്ള നാടൻ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവരും അറിയട്ടെ നമ്മൾ പണ്ട് കാലങ്ങളിൽ കഴിച്ചിട്ടുള്ള പലഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇതാ ശർക്കരയുടെ ഫില്ലിങ്ങും കൂടി ഞാനതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര നമ്മൾ കൂടുതലും അങ്ങോട്ട് സൈഡ് വശത്തേക്ക് ആക്കരുത്. കാരണം അത് മെൽറ്റ് ആയതുകൊണ്ടേ അമ്പ അടയ്ക്കുമ്പോൾ ചെറുതായിട്ട് സൈഡിൽ കൂടെ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നടുഭാഗത്ത് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനത്തെ ഇല എടുത്തുകൊണ്ടേക്ക് നല്ല സുഖമാണ്. മറ്റേ ഞാൻ സാധാരണ അട ഉണ്ടാക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇല പൊട്ടും അല്ലെങ്കിൽ സൈഡ് വശത്ത് കൂടെ വരും. അപ്പോൾ അത് ഈ നാക്കലയുടെ ആ ഒരു ഭാഗം എടുത്തതുകൊണ്ട് നല്ല സുഖമായിട്ട് തന്നെ മടക്കാനായിട്ട് സുഖമുണ്ട്.
അപ്പോൾ ശർക്കരയുടെ ഒരു ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റീമറിൽ വെക്കാം. ഒന്നാവുമ്പോഴേക്കും ഇതവിടെ വേവ് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എടുത്ത് മാറ്റാമല്ലോ. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതെന്താ, നമുക്ക് നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മൾ എണ്ണ ഉപയോഗിച്ചിട്ടില്ല, നെയ്യ് ഉപയോഗിച്ചിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ എണ്ണയുടെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല. ആവിയിൽ വേവിച്ചിട്ടില്ല, നല്ല നാടൻ പലഹാരമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മളിത് ചിലരൊന്നും ആരും ഇത് തയ്യാറാക്കി കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികൾക്കൊന്നും കൊടുക്കുകയില്ല. ഒന്നില്ലെങ്കിൽ മാഗി ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ബേക്കറി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളുടെ പലഹാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പലഹാരങ്ങൾ നമ്മളുടെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുക. അവരും അറിയട്ടെ നമ്മൾ കഴിച്ചിരുന്ന പലഹാരങ്ങൾ ഇതൊക്കെയാണെന്നുള്ളതും ആ ഒരു രീതിയിലും ഒക്കെ അവരും വളരട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ അട എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ 1-2 അടയും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ചിട്ട് എടുത്തത്. കാരണം നല്ല ചൂടുണ്ട്, ആവി ഒന്നായിട്ട് കൈക്ക് വരുന്നതുകൊണ്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതാ ഈ അടയും റെഡിയായി വന്നിട്ടുണ്ട്. വെന്തോന്ന് നോക്കാം, അത്രേ ഉള്ളൂ. ഇലയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇതും വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് രണ്ടും പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ നാടൻ പലഹാരമായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ ഇലയട 2 വിധത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഇലയട അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അതിൽ ഞാൻ ഇനി പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.